അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ബാക്കിൽ വാണ്ടറിങ് ട്രേഡറുണ്ട്. നമ്മൾ ഇത്രയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തത്. ഇതാ നമ്മളെ ഈ ചില്ലർ ഒന്ന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതെ ഗായ്സ്, ഒന്ന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഓഫ് ക്യാമറയിലിരുന്ന് കുറേ ഉണ്ടാക്കി. നമ്മളെ ഇതാ 1, 2, 3, 4 നമ്മൾ ഉണ്ടാക്കി. ചെസ്റ്റിൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ കേവിൽ പോയപ്പോൾ കിട്ടിയ ഡയമണ്ട്. കേവിൽ പോയപ്പോൾ അവിടെ ഒരു മൈൻ ഷാഫ്റ്റ് ഉണ്ടായിരുന്നു, അതിന്ന് എടുത്തതാണ്. അത് ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ പോയപ്പോൾ ഇതാ കുറച്ച് അയൺ കിട്ടി. നമുക്ക് കുറച്ച് അയൺ കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കി, ഇതാ ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി. പിന്നെ ഒരു വാളും ഉണ്ടാക്കി. പിന്നെ വേറെ പിക്കാക്സും ഉണ്ടാക്കി. അപ്പോൾ ഇതാ രാത്രിയായപ്പോൾ അവിടെ ആരാ നിൽക്കണമെന്ന് നോക്കിയേ, ഈ ക്രീപ്പർ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ലാൻഡേൺ എല്ലാ റൂമിലും ലാൻഡേൺ എല്ലാം വെച്ചു. നമുക്കിനി ഉറങ്ങിയിട്ട് അടുത്ത ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഇവിടെ എല്ലാം മതിൽ കെട്ടാൻ പോവാണ്. ഈ വാള് അവിടെ സ്നോ ബയോമുണ്ട്. അവിടെ സ്നോ ബയോമിൻ്റെ അപ്പുറം ഒരു വില്ലേജ് ഉണ്ട്. അതേ മച്ചന്മാരെ, അതെല്ലാം ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് നോക്കി. അവിടെ ഒരു വില്ലേജ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത്. അതെല്ലാം ഞാൻ നോക്കി. അവിടുന്ന് ഇനി ട്രേഡിങ്ങിനായി വില്ലേജർമാരെ കൊണ്ടുവരണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഡ്രോണിനെ അങ്ങ് തല്ലിക്കൊല്ലാം, എന്നിട്ട് അടുത്ത കാര്യം നോക്കാം. ഡ്രോൺ 2 ടീം ചത്തു. നമ്മളെ ബ്ലോക്സ് എല്ലാം നമ്മളെ കയ്യിലുണ്ട്. മാംഗ്രൂവ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. മോൾക്ക് ഇനി മേൽക്കൂര ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കിനി മേൽക്കൂര ഉണ്ടാക്കാം. അല്ല, എങ്ങനെ വലിഞ്ഞു കയറും? അതെ, അത് തന്നെ, പില്ലർ ചെയ്ത് പോകും. പില്ലർ ചെയ്തുകൊണ്ട് മോൾക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ചെയറല്ലോ, പ്ലാങ്ക്. ഈ ലോഗ് മുഴുവനും നമുക്ക് പ്ലാങ്ക് ആക്കണം. അതെ, പ്ലാങ്ക് ആക്കണം. എന്നിട്ട് നമുക്ക് അത് എന്ത് ചെയ്യണം, നമുക്കത് ട്രാപ്പ് ഡോർ ആക്കി മാറ്റണം. എവിടെ ട്രാപ്പ് ഡോർ? ട്രാപ്പ് ഡോർ 4 ട്രാപ്പ് ഡോറ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 4 എണ്ണം ആക്കിയേക്കാം. 4 എണ്ണം ആക്കി. ഇനി വേണ്ടത് ഫെൻസ്. ഇനി വേണ്ടത് ഫെൻസ് തന്നെയാണ്. ഫെൻസ് കൊണ്ട് എന്താണ് ഉപയോഗം വെച്ചാൽ കാണിച്ചു തരാം, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അതിന് ഇനി സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് നമ്മളെ പ്ലാങ്ക് കൊണ്ട് ഉണ്ടാക്കിയേക്കാം. കുറച്ച് തോനെ സ്റ്റിക്ക്, 16 സ്റ്റിക്ക് ഉണ്ടാക്കിയേക്കാം. ഇനി എത്ര ഫെൻസ്? നമ്മൾ കുറച്ച് ഫെൻസ് 3 ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 എണ്ണം പോരാ, കുറച്ച് തോനെ വേണം. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാക്കാം? ഇതിനുള്ളത് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഫെൻസ് എവിടെയാ? ഫെൻസ് 9 ഫെൻസ്, 12 ഫെൻസായി മൊത്തം. ഇനി കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കിയേക്കാം. കുറച്ച് പ്ലാങ്ക് ഉണ്ടാക്കിയില്ലേ, സോറി. നമുക്ക് പ്ലാങ്ക് മതി. നമ്മളിപ്പോൾ പില്ലർ ചെയ്ത് പോകുന്നു. പില്ലർ ചെയ്ത് ഇവിടെ എത്തി. ഇനി ഇങ്ങോട്ട് ചാടുന്നു. ഇത്രയും ബുക്ക് ഇവിടുന്നല്ലേ, അതെല്ലാം സ്ക്വിഡിനൊക്കെ ഒന്ന് ഒപ്പിച്ചു. ഇതിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോരെ. അപ്പോൾ ഇനിയിത് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുന്ന ലോഗ് കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ട്രാപ്പ് ഡോറ് വെക്കുക. എല്ലാ സൈഡിലും ഉണ്ടാവും, എല്ലാ സൈഡിലും വെക്കുക. കാണിച്ചു തരാം. ഇതുപോലെ ഇവിടെ ഒന്ന്, അടുത്തത് ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെയും ഒന്ന്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഡീപ് സ്ലേറ്റിൻ്റെ ഈ സ്റ്റോൺ ഉണ്ടല്ലോ, ഇതെടുക്കുക. ഈ ട്രാപ്പ് ഡോറിൻ്റെ അപ്പുറത്തെ വശം, അതായത് ഇത് ട്രാപ്പ് ഡോർ ആണെങ്കിൽ ഇവിടെ വെക്കണം.
ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം, ഇങ്ങനെ രണ്ടെണ്ണം, ഇതാ ഇവിടെയും അങ്ങനെ 1 2 3 ഇവിടെ ഇല്ല, സോറി, ഇതാ അവിടെ 3, അല്ല അതാ ഇതുപോലെ വെക്കണം. ഇതാ ഇവിടെയും 4 അങ്ങ് വെച്ചേക്കാം. 1 2 3 4. ഇതാ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളങ്ങ് മൂടിയേക്കാം. അത് ഡീസ്ലൈറ്റിൻ്റെ കല്ല് വെച്ച് തന്നെ മൂടിയാൽ കുഴപ്പമില്ല. ഞാൻ ഡീസ്ലൈറ്റിൻ്റെ കല്ല് വെച്ച് തന്നെ മൂടിയിട്ടുണ്ട് ഉള്ളു. അപ്പോൾ ഇതാ ഇങ്ങനെ വേണം വെക്കാൻ. ഞാൻ വെക്കുന്നത് പോലെ ഇതാ ഈ സൈഡിൽ ഇങ്ങനെ വെക്കണം. ഞാൻ ആ മാംഗ്രൂവിൻ്റെ ലോഗ് ഞാൻ വെറുതെ വെച്ചതാണ്. അയ്യോ സോറി, ക്രൗച്ച് ചെയ്യാൻ മറന്നു, സ്റ്റിച്ച് വെക്കാൻ മറന്നു, സോറി ഗൈസ്. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ മിസ്ക്ലിക്ക് ചെയ്ത സാധനങ്ങൾ, മിസ്ക്ലിക്ക് അല്ല സോറി, ഞാൻ പില്ലർ ചെയ്യാൻ വെച്ച മാംഗ്രൂവിൻ്റെ ലോഗാണ്. ഇതാ ഇത് നമ്മൾ പൊട്ടിച്ചെടുക്കുക. ഒന്നും കൂടി അതോ ഒരു ബുക്ക് പോയി, അയ്യോ സാറില്ല, നമുക്ക് പിന്നെ എടുക്കാം. ഇതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഐ ആം മല്ലിസ്റ്റർ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്. അപ്പോൾ അതെല്ലാം ചെയ്യുക. ഒന്നും കൂടി അതിൻ്റെ മുകളിൽ തന്നെ കയറി ചെല്ലുക. എത്തി. ഇനി മാംഗ്രൂവിൻ്റെ ക്രൗച്ച് ചെയ്താണ്ട് ഇതിങ്ങനെ മൊത്തം വെക്കുക. അത് ഞാൻ പിന്നെ പൊട്ടിച്ചുണ്ട്, ഇപ്പോൾ പൊട്ടിക്കുക, പിന്നെ പൊട്ടിക്കുക, അങ്ങനെ നേരമുള്ളൂ. ഇതിങ്ങനെ ഫുള്ളായി. ഇതിങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം ഇത് പിന്നെ ചെയ്യേണ്ടത്, ഇത് എത്ര ഉണ്ടെന്ന് എണ്ണുക. 1 2 3 4 ബ്ലോക്ക് ഉണ്ട്. ഇവിടെ നടു കിട്ടാൻ വഴിയില്ല, കാരണം 4 ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 ബ്ലോക്ക് വെച്ചാണ്ട് 2 ആക്കി ഇങ്ങനെ വെക്കാം. പക്ഷെ ഇതിന് നടുവുണ്ട്, കാരണം ഇത് 3 ബ്ലോക്കാണ്. ഇതിവിടെ വെക്കണ്ട, ഇത് കാരണം ഇത് നടുവുണ്ടായതുകൊണ്ട്. ഇത് അതേപോലെ 2 ഇവിടെ, 1 ഇതിൻ്റെ ഇവിടെ വെക്കണം. ഇനി ഇത് ഫില്ല് ചെയ്യാം. ഇനിത് ഇതിൻ്റെ നടുവ് എന്ന് പറയുന്നത് ഈ 2 ബ്ലോക്കാണ്. ഇവിടെ 1 ഇവിടെ 1. ഇത് ഇനി നിങ്ങൾക്ക് വേണ്ട എത്ര നീളത്തിൽ വേണമെങ്കിലും ഇത് മുകൾക്ക് വെക്കുക. ഇത് ഞാൻ അത്ര അങ്ങോട്ട് നീട്ടുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഡീസ്ലൈറ്റിൻ്റെ വാളാണ്. ഞാൻ അടിയിൽ പോയി വാളുണ്ടാക്കി കൊടുന്നു. അത് കാണിക്കാമെന്ന് കഴിഞ്ഞാൽ കുറേ നേരം വേണം. ഇത് ഇങ്ങനെ വെക്കുക. ഇനി നമ്മൾ മാംഗ്രൂവിൻ്റെ ഫെൻസ് നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതെടുക്കുക. അത് എടുത്തതിന് ശേഷം ഇങ്ങനെ, ഞാൻ ഇതിൻ്റെ മുകളിൽ കയറാൻ കഴിയുന്നില്ല, ഇങ്ങനെ ഇപ്പോൾ കയറും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 വെക്കാൻ പറ്റുള്ളൂ. ഇതൊട്ടി ചേരുന്നുണ്ട്. ഒട്ടിച്ചേരുന്നെന്ന് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. ഇത് നമുക്ക് ഒരു ബ്ലോക്കും കൂടി നീട്ടാം. നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി മാത്രമേ ഞാൻ ആ ബ്ലോക്ക് വെക്കുന്നുള്ളൂ. ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കുന്നുണ്ട്. അത് 2 ബ്ലോക്ക് പൊട്ടിക്കുക. ഇനി ഇവിടുന്ന് ഒരു ബ്ലോക്കല്ല, സോറി, ഒരു ബ്ലോക്ക് വിട്ട് ഒരു ഡീസ്ലൈറ്റിൻ്റെ ഒരു വാളും കൂടി വെക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇനി നമ്മുടെ ഫെൻസ് വെച്ചാൽ കുഴപ്പമില്ല. ഈ ഫെൻസ് കുറച്ചൊന്ന് നീട്ടി കൊടുക്കാം. 1 2 3 4 വെച്ചിട്ടുണ്ട്. 1 2 3 4 വേണം. 4 പതിലാവും. 4 വെച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താപ്പോ വേണ്ടിയിരുന്നില്ല. മറ്റേ ബ്രിഡ്ജ് ലോഗ് കൊണ്ട് ബ്രിഡ്ജ് ഫെൻസ് ആണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. സാരല്ല, നമുക്ക് ബ്രിഡ്ജ് ഫെൻസ് നമ്മൾ ഉണ്ടാക്കി. ബ്രിഡ്ജ് ലോഗ് അവിടെ നിന്നിട്ടാണ് ഉണ്ടാക്കി. അല്ല പിന്നെ നമ്മളാരാ ഡീസ്ലൈറ്റിൻ്റെ ഒന്നിവിടെ വെച്ചു. ഇതിൻ്റെ മുകളിൽ കയറി ഈ 2 ഡീസ്ലൈറ്റും മൈൻഡ് ചെയ്ത് മാറ്റി നമ്മൾ ബ്രിഡ്ജ് ഫെൻസ് വെക്കുന്നു. ഇത് കുറച്ച് രസമുണ്ടാവും. വെക്കുന്നു. ഇങ്ങനെ ചാടി വെക്കണം.
അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ബ്രിഡ്ജ് എടുത്തത്. അവിടെ ഇഷ്ടം പോലെ ബ്രിഡ്ജ് നമ്മളെടുത്തു. അതിൻ്റെ മുകളിൽ ചാടി കയറി വെച്ചു. 1 2 3 2 3 4 4 ഒന്നും കൂടി നമുക്ക് ചാടണം. നമ്മൾ മാംഗ്രൂവ് പ്ലാങ്ക് എടുത്തു. അവിടെ കുഴപ്പമില്ല. ഇനി നമുക്ക് ബ്രിഡ്ജിൻ്റെ ഫെൻസിലല്ലോ പ്ലാങ്ക് വെക്കണം. ക്രൗച്ച് ചെയ്തിരുന്ന് ഇങ്ങനെ വെച്ച് ഇപ്പോൾ ഒരു ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും കത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് സ്ലാബാണ്. സ്ലാബ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ സ്ലാബ് അവിടെ വെച്ചു. 6 സ്ലാബ്. ഇനിത് 6 സ്ലാബ് ഇങ്ങനെ അടിക്കൊന്ന് വെച്ച്, അടിക്കല്ലല്ലോ വേണ്ടീന്. ഇതിൻ്റെ അടിക്കായിരുന്നല്ലേ വേണ്ടീന്. സാറല്ല, നമുക്ക് അടിയിന്ന് ശരിയാക്കാം. അതിൻ്റെ അടിയിലേക്ക് ചാടി അടിയിന്ന് ശരിയാക്കാം. ഇവിടെ ഒന്ന് കൂടുതലുണ്ട്. സോറി, ഇത്ര വേണ്ട. ഇനിതാ ഇതിങ്ങനെ കളഞ്ഞ് ഇവിടെ ബ്രിഡ്ജിൻ്റെ പ്ലാങ്ക് വെച്ച് ഇവിടെ ഒരു അടിയത്തെ സ്ലാബ് വെച്ച് അതിൻ്റെ ഇങ്ങനെ വെച്ചാൽ മതില്ലേ. ഇങ്ങനെ ഒന്നും കൂടി ഒരു സ്ലാബ് വെച്ചാൽ പോരെ. അപ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സ്ലാബ് കൊടുക്കുക. ഇങ്ങനെ ഒരു സ്ലാബ് കൊടുത്ത് ഇവിടെയും അതേപോലെ തന്നെ ഒരു സ്ലാബ് കൊടുക്കുക. എന്നിട്ട് ട്രാപ്പ് ഡോർ ഇങ്ങനെ വെച്ചാൽ മതി. ഇനി അടി കറങ്ങിയാണ്ട് ഈ സ്ലാബ് പൊട്ടിച്ച് അടിയിൽ ഒരു സ്ലാബ് വെച്ചാൽ മതി. ഓക്കെ, ഇനി താഴത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ സീനുണ്ടോ? കഴിയുമോന്ന് അറിയില്ല. നമുക്ക് പൊട്ടിച്ച് നോക്കാം. രണ്ടും പൊട്ടിച്ച് നോക്കാം. എന്നിട്ട് അടിയിൽ നിന്ന് നോക്കാം. രണ്ടും പൊട്ടിച്ചു. ഇനി അടിയിലേക്ക് ചാടണം. അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി. ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് ഇങ്ങനെ വാളുമൊക്കെ ഇറങ്ങി. ഒറ്റ ഡാമേജ് ഇല്ലാതെ എന്താ പാർക്കോറ്. ഇങ്ങനെ വെച്ച് അടിയിലൊരു മാംഗ്രൂവിൻ്റെ പ്ലാങ്ക് വെച്ചാണ്ട് ഒരു സ്ലാബ് വെച്ചാൽ പോരെ. മുകളിലത്തെ സ്ലാബ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ പ്ലാങ്ക് പൊട്ടിക്കുക. പിന്നല്ല, മൈൻക്രാഫ്റ്റ് കിങ് മല്ലു സ്റ്റാർക്ക് തന്നെ. ഇങ്ങനത്തെ ആ സ്ലാബ് വെച്ച് അവിടെ ഇതും കൊണ്ട് പൊട്ടിക്കുക. പിന്നെയും ബുദ്ധി. ബുദ്ധിയോട് ബുദ്ധി. എന്ത് ചെയ്യാ. ഇനി ഇത് ഇവിടെ തന്നെ നിന്നോട്ടെ. പൊട്ടിക്കണോ? ഇവിടെ തന്നെ നിന്നാ മതി. ഇനി നമുക്ക് ഉറങ്ങാം. എന്നിട്ട് ബാക്കിയുള്ള പണി നോക്കാം. അങ്ങനെ ഉറങ്ങി നീച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് അവിടെ ആരാ കത്തുന്നത് നോക്കിയേ. അവിടെ ക്രീപ്പർ, അപ്പുറത്ത് കത്തുന്ന സ്കെൽട്ടൻ. അപ്പോൾ നമുക്ക് ഈ ലോഗുകളെല്ലാം മുറിച്ചെടുക്കാം. ഇത് മൊത്തം മുറിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അവസാനത്തെയും പൊട്ടിച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് എനിക്ക് റീച്ച് ആവില്ല. ഇത്ര റീച്ച് ആവത്തുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ ഈ ലോഗെല്ലാം വെച്ച് ഒന്നും കൂടിയും ഇതും കൂടിയും കയറാം. ഈ സ്ഥലം കൂടിയും ഈ ഫില്ലറും കൂടിയും കയറിയാണ്ട് ഇവിടെ എല്ലാം എഴുതി വെച്ചെന്ന് നോക്കിയേ. എല്ലാം ഒന്ന് തന്നെ. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. ഒക്കെ കോപ്പി ചെയ്താണ്ട് എല്ലാ ബുക്കിലും പേസ്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകൾക്ക് കയറട്ടെ. എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ പണി ഇവിടം വരെ എത്തി. ഒരു ബ്ലോക്ക് കൂടി വെച്ച് ഇത് ചെയ്യാൻ തന്നെ കുറേ സമയം എടുത്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്തതിൽ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിനി കമൻറ്റ് ബോക്സിൽ മൾട്ടിപ്ലെയർ ആയി വരുമെന്ന്. അപ്പോൾ അടുത്തതിൽ മൾട്ടിപ്ലെയർ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്.